മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് പ്രധാന പങ്കുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാം. കാരണം അത് സത്യമാണ്. എന്നാലൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അധ്വാനങ്ങൾ, കഷ്ടപ്പാടുകൾ, ചിലരുടെ ന്യായങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇരയായി നമ്മൾ ജീവിക്കുന്നത്, അതൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ്. ഓൺലി ഫോർ മണി. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ദുഃഖങ്ങളിലുള്ള സമയങ്ങളിലൊക്കെ പ്രധാന നായകനായും അല്ലെങ്കിൽ വില്ലനായും മാറാറുള്ളത് അത് പണം തന്നെയാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറയുമ്പോൾ, മാലിക് എന്ന ചെറുപ്പക്കാരനെ എടുത്തു നോക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി സാമ്പത്തികമായി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് യാത്ര തിരിച്ചു. ദിവസങ്ങൾക്കൊടുവിൽ ഒരു വലിയ മുതലാളി തൻ്റെ കമ്പനിയിലേക്ക് മാലിക്കിനെ ക്ഷണിച്ചു. ലക്ഷങ്ങളാണ് അവന് ശമ്പളം ഓഫർ ചെയ്തത്. പക്ഷെ ചില നിബന്ധനകളും അദ്ദേഹം നൽകി. 2 വർഷം അവിടെ ജോലി ചെയ്യണം. എന്നാൽ പുറം ലോകവുമായി ഒരു ബന്ധവും പാടില്ല. ആരുമായി ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പാടില്ല. പക്ഷേ മാസം 1 ലക്ഷം രൂപ ശമ്പളം തരൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. എന്നാൽ ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് മാലിക് ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. നല്ലവണ്ണം അവിടെ നിന്നും പണം സമ്പാദിച്ചു. തൻ്റെ ബോസ് പറഞ്ഞതുപോലെ 2 വർഷം അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ അവസാന മാസത്തിലേക്ക് എത്തിയപ്പോൾ ഒരു ഹൃദയാഘാതം മൂലം മാലിക് മരണപ്പെട്ടു. താൻ കുറേ സമ്പാദിച്ചെങ്കിലും പക്ഷെ അതൊന്നും ആസ്വദിക്കാൻ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് അത് നൽകാൻ വേണ്ടിയിട്ട് മാലിക് ജീവനോടെയില്ല. ഇതേ സമയം ഒരു കണ്ടീഷനുമില്ലാതെ കഷ്ടപ്പാടുകളാണെങ്കിലും മാസത്തിൽ ചെറിയ വേതനത്തിൽ തൻ്റെ സുഹൃത്ത് അമൽ കുടുംബവുമായി ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരേ സമയം ഒരേ കഥയിലെ നായകനും വില്ലനുമായത് ഒരേ കാരണം മാത്രമാണ്, അതെ, പണം. ആധുനിക സമൂഹത്തിൽ ഒരു മനുഷ്യനെ ആദരിക്കുന്നത് അല്ലെങ്കിൽ അവനെ ബഹുമാനിക്കുന്നത് അത് ഓരോരുത്തരുടെ ആസ്തിക്കനുസരിച്ച് മാത്രമാണ്. ഓരോരുത്തരുടെ കയ്യിൽ എത്ര സമ്പാദ്യമുണ്ട് അല്ലെങ്കിൽ എത്ര പണമുണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാലഘട്ടത്ത് ഓരോ മനുഷ്യരെയും അളക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ള എല്ലാ ലഹരികളെക്കാളും കൂടുതൽ ലഹരി അത് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന പണം സമ്പാദിക്കാനുള്ള അടങ്ങാത്ത ആവേശവും അനുഭൂതിയുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭിക്ഷയെടുത്ത് കോടികൾ കയ്യിലെത്തിയിട്ടും തൻ്റെ പണി അവസാനിപ്പിക്കാതെ വീണ്ടും തെരുവുകളിൽ യാചിക്കുന്ന കോടീശ്വരനായ പിച്ചക്കാരൻ്റെ കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ ഈയടുത്ത് വൈറലായിട്ടുണ്ട്. അതുപോലെ കയ്യിൽ കോടിക്കണക്കിന് ആസ്തിയുണ്ടായിട്ടും അതിനെ 100 ഇരട്ടിയാക്കാൻ വേണ്ടി രാപ്പകൽ മത്സരിക്കുന്ന മുതലാളിമാരെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇവർക്കൊക്കെ കയ്യിലുള്ളത് തന്നെ ധാരാളമല്ലേ, പിന്നെ എന്തിന് വീണ്ടും വീണ്ടും പണം സമ്പാദിക്കാൻ ഇവർ നെട്ടോട്ടം ഓടുന്നു? അതെ, ആർത്തി മാത്രമാണ് അതിന് കാരണം. ഇനി രാജ്യത്തെ പാവപ്പെട്ടവരെയും ദരിദ്രരെയും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പണം പ്രിന്റ് ചെയ്യാനും വിതരണം ചെയ്യാനും നമ്മൾ ഗവൺമെൻറ് ആരംഭിച്ചാൽ പണത്തിന് മൂല്യം നഷ്ടപ്പെടില്ലേ? ഇങ്ങനെ അനന്തമായി നീളുന്ന പല ചോദ്യങ്ങൾ, പല കാരണങ്ങൾ, പല കൊലപാതകങ്ങൾ, നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ പ്രവണതകൾ, ചൂഷണം ചെയ്യപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരേയൊരു കാരണം മാത്രമാണ്, പണത്തിൻ്റെ ഒരേയൊരു മുഖം. സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി കുറേ സമ്പാദിക്കുന്നതിലല്ല, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരു മനുഷ്യൻ പഠിച്ചാൽ അതാണ് അവന് പണം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം.